ഇതൊരു ഹൈറ്റിൽ കൂടെ പോകുമ്പോൾ താഴോട്ട് നോക്കിയ തല കറങ്ങുന്നവരുണ്ടെങ്കിൽ പണി വാളും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഓതറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഭൂതത്താങ്കുഴി എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് നിങ്ങൾ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാന്നാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടുന്ന് ഏകദേശം 21 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടുത്തെ വഴി കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമ്മളിപ്പോൾ കറക്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോഴത്തേക്ക് കറക്റ്റ് വഴിയുടെ അവിടെ ചെന്നു. പക്ഷെ അവിടെയുള്ള വീട്ടുകാർ പറഞ്ഞാൽ അതുവഴി വണ്ടി കയറി പോകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറെ വഴി കൂടെ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂതക്കുഴി എന്ന് പറയുന്ന സ്ഥലം. ഇത് പത്തനംതിട്ട ജില്ലയിലാണ് ഈ സ്ഥലം വരുന്നത്. പക്ഷേ നമ്മൾ മാപ്പിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഓതറയെന്ന് കാണിക്കും. ഓതറയെന്ന് പറയുമ്പോൾ പകുതി പത്തനംതിട്ട ജില്ലയിലും പകുതി ആലപ്പുഴ ജില്ലയിലുമായിട്ടാണുള്ളത്. ഇവിടെ മൊത്തം പാറമടയും പുഞ്ചയും വയലും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വലിയ അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട ഈ ലവ് ഷേപ്പിലുള്ള ഈ ഒരു കുളം പോലത്തെ സംഭവമാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് നട്ടുച്ചയ്ക്കാണ്. ഈ സമയത്തൊന്നും അല്ല ഇവിടെ വരേണ്ടത്. ഇവിടെ വരേണ്ട സമയം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് വരേണ്ടത്. അപ്പോൾ ആകാശത്തിൻ്റെ കളറും ഒക്കെ മാറി നല്ലൊരു പീസ്ഫുൾ സെറ്റപ്പ് ആയിരിക്കും കാണാൻ. വൈകുന്നേര സമയങ്ങളിൽ ഇരിക്കാനൊക്കെ ആൾക്കാർ ഇവിടെ ഷെഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ടോട്ടൽ വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇത് ശരിക്കും പാറമടയാണ്. നേരത്തെയൊക്കെ പാറ പൊട്ടിച്ച് ഇതിങ്ങനെ കുഴിയായ സ്ഥലമാണ്. ഇതുപോലെ തന്നെ സെയിം പാറ ആ സൈഡിലും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏകദേശം ഒരു 5 നില 6 നിലയുടെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഈ വെള്ളത്തിലും നല്ല രീതിക്കുള്ള താഴ്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ കാണുന്ന ആ ചെറിയ വഴി കൂടെ നമുക്ക് അതിൻ്റെ താഴത്തെ വശത്ത് എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വേണം താഴെ വരാൻ. താഴെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഈ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റും കുറച്ച് വെള്ളത്തിലോട്ട്. ഇപ്പുറത്തെ സൈഡിലും അതുപോലൊരു കുളമാണ്.
അതിൻ്റെ രണ്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു പാസേജ് പോലെ ഉണ്ട്, അതുവഴി നമുക്ക് നടന്നിങ്ങനെ പോവാം. പക്ഷേ ഇതുവഴി ഹൈറ്റിൽ കൂടെ പോകുമ്പോൾ താഴോട്ട് നോക്കിയാൽ തല കറങ്ങുന്നവരുണ്ടെങ്കിൽ പണി വാളും. ഇതുവഴി ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോകാൻ പറ്റും, നമുക്കിങ്ങനെ കറങ്ങി ആ സൈഡിൽ വരാൻ പറ്റും. കറക്റ്റ് നല്ല ഉച്ച സമയമാണെങ്കിൽ നല്ലൊരു പൊളി വ്യൂ ആണ്. ശരിക്കും സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, വെള്ളമെല്ലാം കിടന്ന് തിളങ്ങുന്നുണ്ട്. പക്ഷേ ശരിക്കും നമ്മളിവിടെ വരേണ്ടതെന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിലാണ്. വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ ആകാശമെല്ലാം നല്ല രീതിക്കൊരു ചുമന്ന് ഒരു വല്ലാത്ത ഫീലായിരിക്കും. ഈ സ്ഥലം അങ്ങനെ അധികം ആർക്കും അറിയത്തൊന്നുമില്ല. ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നത്, അതായത് പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, ചെങ്ങന്നൂർ സൈഡിലൊക്കെ താമസിക്കുന്നവർക്കാണ് കൂടുതലും ഈ സ്ഥലത്തെ പറ്റി അറിയാവുന്നത്. ഇതങ്ങനെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, പക്ഷേ ഇതിപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ളൊരു വ്യൂ പോയിൻ്റ് ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആയി വരുന്നുണ്ട്. ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഭൂതക്കുഴി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. മെയിനായിട്ട് ഇത് ഫേമസ് ആകാൻ കാരണം ഇതിൻ്റെ ഈ ഒരു സൈഡിലെ വ്യൂ ആണ്, ഈ ലവ് ഷേപ്പിലുള്ളൊരു വ്യൂ ആണ്. ഇത് കറക്റ്റ് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല, ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. കറക്റ്റ് ലവ് ഷേപ്പിലാണ് ഈ കുളം ഇങ്ങനെ കിടക്കുന്നത്. ഈ സൈഡിലെ വെള്ളം നല്ല രീതിക്ക് പായലൊക്കെ കയറി നല്ല പച്ച കളറിൽ കിടക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ആൾക്കാർ താഴെ മീനെ വളർത്തുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നല്ല താഴ്ചയുള്ളൊരു കുളമാണ്. ഈ സെയിം പാറ പൊട്ടിച്ചുണ്ടായ ഒരു കുളമാണ്. അപ്പോൾ നല്ല രീതിക്കുള്ള താഴ്ചയുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. എങ്ങനെ ഉണ്ടോ? ഇല്ല, ഇതുവഴി നടന്നിറങ്ങാം. ഇവിടെ ഇതുവഴി ഇങ്ങനെ നടന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റും, പക്ഷേ അങ്ങോട്ട് പോകുന്ന റിസ്ക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഈ സമയത്തല്ല നമ്മളിവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. ഇപ്പോൾ കറക്റ്റ് നല്ല വെയിലാണ്, കറക്റ്റ് തലമണ്ടയ്ക്കോട്ടാണ് വെയിലടിക്കുന്നത്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരും ഒക്കെ കാണും. നല്ലൊരു പീസ്ഫുൾ സെറ്റപ്പാണ് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ ചെങ്ങന്നൂർ സൈഡിലൊക്കെ ഉള്ളവരൊന്ന് വരാൻ ശ്രമിക്കുക. എന്തായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൈകുന്നേരം നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഇവിടെ കൂടുതൽ വേറെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയുള്ളൂ ഇവിടെ കാണാനായിട്ട്. ജസ്റ്റ് ഒരു ചെറിയ വ്യൂ പോയിൻ്റ്, അത്രയേ ഉള്ളൂ.